ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണഗാഥ തുടർച്ച. വെൺമാടം തന്നെ വെണ്മയെ കാണുമ്പോൾ കന്മഷം തോന്നുമ കൗമുദിക്കും. അപ്പുരി തന്നിൽ വിളങ്ങി നിന്നിടുന്ന ശില്പങ്ങളൊന്നൊന്നേ പാർത്തു കണ്ടാൽ വാസവ മന്ദിരം വായ്പോടു നിർമ്മിപ്പാൻ മാതൃകയായതിതെന്നു തോന്നും. അപ്പുരി തന്നിലുള്ള അത്ഭുതം ചൊല്ലുവാൻ കെൽപ്പുള്ളോരാരുമില്ലെന്നു വേണ്ട. തത്സാരമോർക്കിലോ വൗസകസാരയും നിസ്സാരയായിട്ടേ വന്നുകൂടൂ. യാദവ വീരരും അപ്പുരി പാലിച്ചിട്ടാദരവോടു വസിക്കും കാലം. ദേവകനാകുന്ന യാദവൻ തന്നെ ദേവകിയാകുന്ന കന്യകയെ ശ്രീവസുദേവർക്കു നൽകിനാനമ്പോടു ശ്രീപതിന്നോടെ അമ്മയാവാൻ. വേട്ടുനിന്നിടുന്ന ശ്രീവസുദേവർ താൻ വാട്ടമകന്നൊരു തേരിലേറി. ദേവകിയാകിയ ജായയും താനുമായി പോവതിനായി തുടങ്ങുന്നേരം ഉത്പന്നമോദനായി നിൽപ്പോരു ദേവകൻ നൽപ്പൊലി കാണവും നൽകിനാൻ താൻ. സോദരി തന്നെ ദോഷത്തെ ചെയ്വാനായാദരവോടു മുതിർന്നു കംസൻ. ചാരത്തു ചെന്നങ്ങു വാരുറ്റ തേർപ്പുക്കു സാരഥ്യവേലയുമാചരിച്ചാൻ. നാനാജനങ്ങളുമായി നടന്നങ്ങനെ നാനാ വിനോദവുമോദിയോതി. ആമോദിച്ചെല്ലാരും ആമന്ദം പോകുമ്പോൾ വ്യോമത്തിൽ നിന്നൊരു ചൊല്ലുണ്ടായി. ദേവകി തന്നെ അഷ്ടമഗർഭത്തിൽ മേവി നിന്നുണ്ടായ ബാലകൻ താൻ. നിന്നുടെ കാലനായി പോന്നു വന്നിടുന്നോൻ എന്നതു ചിന്തിച്ചു കൊള്ളുക കംസ. ഘോരനായുള്ളൊരു കംസൻ താനന്നേരം വീരതയായതിതെന്നു നണ്ണി. പാവക ഭാവത്തെ കേവലം പൂണ്ടുടൻ. ഹരിയോ.